കോഴിക്കോട് മേയർ ശ്രീമതി ബീന ഫിലിപ്പ് കൂടി ചേരുന്നുണ്ട്. ശ്രീമതി ബീന, അത്യന്തം ദുഃഖകരമായ ഒരു കാര്യമാണ്. നമ്മൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആശ്രയിക്കുന്ന ഒരു സ്ഥലത്ത് ജീവന് ഭീഷണി ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒട്ടും അഭിലഷണീയമായ ഒരു കാര്യമല്ല. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം അപ്രതീക്ഷിതമായി വന്നാൽ അത് നേരിടാൻ വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാവണം. ഇന്ന് രാവിലെ ഈ മരിച്ചവരുടെ ബന്ധുക്കളൊക്കെ ആരോപിക്കുന്നത് അവിടെ വലിയ രീതിയിൽ ആ കാര്യങ്ങളിലൊക്കെ വീഴ്ച ഉണ്ടായി എന്നാണ്. മേയർ എന്ന നിലയ്ക്ക് ഇന്നലത്തെ അപകടത്തെക്കുറിച്ച് താങ്കൾക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് കിട്ടിയ വിവരം ഈ പറഞ്ഞതുപോലെ UPSന്റെ ഭാഗത്ത് നിന്ന് തീപിടിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ടുണ്ടായ പുകയ്ക്ക് ഒരു വിതിൻ 10 മിനിറ്റ്സ് നമ്മളുടെ എല്ലാ തരത്തിലുള്ള സജ്ജീകരണവും വെള്ളിമാട് കുന്നുന്നു അവിടെ നിന്നൊക്കെ നമ്മുടെ ഫയർഫോഴ്സ് കുതിച്ചെത്തി അവരാ തീയെല്ലാം അണച്ചു. അതിനുശേഷം പക്ഷെ പുക ഇങ്ങനെ അല്പം പുറത്തു പോയത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് മൊത്തം സക്കർ ഉപയോഗിച്ച് അവർ വലിച്ച് താഴേക്ക് വിടുന്നുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ ഒരു വിതിൻ 1 hour എല്ലാം കൺട്രോളിലായി. അപ്പോഴേക്കും തന്നെ മെഡിക്കൽ കോളേജിലെ കംപ്ലീറ്റ് നമ്മുടെ കോഴിക്കോട് മറ്റു പല സ്ഥലത്തും ഇല്ലാത്ത പോലെ കുറെ സന്നദ്ധ പ്രവർത്തകരുണ്ട്. അവരെല്ലാം നെറ്റ്വർക്ക് വഴി ബന്ധപ്പെട്ട് വളരെ വേഗം അവിടെ എത്തുകയും അവിടുത്തെ ആശുപത്രി ജീവനക്കാര്, സെക്യൂരിറ്റി ഇവരെല്ലാം ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന കാഷ്വാലിറ്റിയിലെ പേഷ്യൻസിനെ ഒക്കെ തന്നെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുകയും അല്ലാത്തവരെ നേരെ അവരുടെ ICUവിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ആംബുലൻസിൽ തന്നെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ കണ്ടൊരു കാഴ്ച അവിടെ ചെല്ലുമ്പോൾ. പക്ഷേ എല്ലാ പ്രൈവറ്റ് ആംബുലൻസുകളും എല്ലാവരും ആ സമയത്ത് രംഗത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. എക്സെപ്റ്റ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്നതിന്റെ പേടിയും അതിനോടനുബന്ധിച്ചുള്ള തിരക്കും കാരണം ഉണ്ടായതല്ലാതെ ഇതാണ് അവിടെ സംഭവിച്ചത്. അതിനകത്ത് നമ്മൾ കോഴിക്കോട് കോർപ്പറേഷൻ സംബന്ധിച്ച് ബീച്ച് ആശുപത്രിയിൽ എല്ലാ തരത്തിലുള്ള സംവിധാനത്തിലും ഞങ്ങൾ കൂടിയുണ്ട്. ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഞങ്ങളുടെ ആംബുലൻസുകൾ പാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് നമ്മുടെ എല്ലാ മരുന്നുകള്, അതുപോലെ സ്ട്രെച്ചേഴ്സ്, സ്ക്രീൻസ്, ഇതുപോലെ ആശുപത്രിക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കാനുള്ള സംവിധാനവും കോഴിക്കോട് കോർപ്പറേഷനിലുണ്ട്. ഞങ്ങളുടെ എല്ലാ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിലും ഇങ്ങനത്തെ കട്ടിലുകളുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഞങ്ങളെല്ലാം രാത്രി 10 വരെ അവിടെ ബീച്ച് ആശുപത്രി ഉണ്ടായി. ഞങ്ങളുടെ ഹെൽത്ത് വിഭാഗം എല്ലാ സപ്പോർട്ടും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ബീച്ച് ആശുപത്രി ഒരു വിഷമവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റു വാർഡുകളിൽ കൂടി ഈ സജ്ജീകരണം തയ്യാറാക്കാനുള്ള സംവിധാനം ഇന്ന് കോഴിക്കോട് കോർപ്പറേഷനുണ്ട്. അതെല്ലാം ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കോഴിക്കോട് ബീച്ചിലേക്ക് ഇനി വരുന്ന കാഷ്വാലിറ്റിയിലുള്ള പേഷ്യൻസിനെയും ഇവിടെ നോക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഞങ്ങൾക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ബീച്ച് ആശുപത്രിയിലേക്ക് ഇത് മാറുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഇവിടെയുള്ള അവസ്ഥ. മേയർ, അപ്പോഴും ഇന്ന് ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കൾ സംസാരിക്കുന്നുണ്ട്. വികാരപരമായിരിക്കും പ്രതികരണം എങ്കിൽ പോലും അവരായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ നിന്നത്. അവർ പറയുന്നത് ആ രക്ഷാപ്രവർത്തനം അവിടെ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. എമർജൻസി ഡോറുകൾ പൂട്ടിക്കിടക്കുകയായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാർ അവരെ സഹായിക്കാൻ വന്നില്ല എന്നൊക്കെയുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മരണം സംഭവിച്ചത് ആശുപത്രി അധികൃതർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അതിനു മുൻപ് മരണം സംഭവിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഈ നസീറ എന്ന് പറയുന്ന അവരുടെ ബന്ധുക്കൾ പറയുന്നത് അങ്ങനെയല്ല, തിരിച്ചെത്തിച്ചതിന് ശേഷം ഈ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത് കൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോൾ ബന്ധുക്കളാണ്. അവരുടെ ആരോപണങ്ങൾക്കും നമ്മൾ മറുപടി പറയണമല്ലോ. ഏറ്റവും മോശമായ ആൾക്കാരെ ഈ വെന്റിലേറ്റർ സംവിധാനത്തോട് കൂടിയിട്ടുള്ള ആംബുലൻസിലായത് കൊണ്ടുപോയത് എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ കോൺഗ്രസിലുള്ള കൗൺസിലറായിട്ടുള്ള ഡോക്ടർ അജിതയാണ്. ഡോക്ടർ അജിത വളരെ എളുപ്പത്തിൽ അവിടെ എത്തുകയും ആ വാർഡുകളിലൊക്കെ പോയി വിസിറ്റ് ചെയ്ത് വന്ന് എന്നോട് പറഞ്ഞത് വളരെ ബാഡ് കണ്ടീഷൻ ആയിരുന്നു മരിച്ച ആൾക്കാരുടേത് എന്നാണ് അവരെന്നോട് പറഞ്ഞത്. നമുക്കിപ്പോ അവർ പറയുന്നത് വിശ്വസിക്കാം. രണ്ടാമത് നമ്മുടെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിന് നുണ പറയേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹം എന്തിനു നുണ പറയണം? അദ്ദേഹം പറഞ്ഞത് വിശ്വസിക്കുക എന്നതല്ലേ നമ്മുടെ ഒരു മര്യാദ. പിന്നെ ആരോപണം ആർക്കും ഉന്നയിക്കാം, അത്രയേ ഉള്ളൂ. ബാക്കി നോക്കാലോ. നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരില്ലേ ഈ സാഹചര്യത്തിൽ. പക്ഷെ എന്നാലും നമ്മളൊരു സുരക്ഷാ ഓഡിറ്റ് ഒക്കെ നടത്തേണ്ട ഒരു സമയമുണ്ട്. കാരണം ഒരു അപകടം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാലോ. അപ്പൊ ആ രീതിയിൽ അതിനൊക്കെ എല്ലാ തരത്തിലുള്ള സംവിധാനവും ചെയ്തുകൊണ്ടല്ലേ ആ പുതിയ കെട്ടിടം പണിതിട്ടുള്ളത്. ശരി മേയർ, നമുക്ക് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ നോക്കാം. അങ്ങനെ ഈ ആരോപണങ്ങൾ മാത്രമാണോ, അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നൊക്കെ അറിയാം. വളരെ നന്ദി മേയർ ശ്രീമതി ബീന ഫിലിപ്പ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, ഈ വിഷയത്തിൽ 2 വേർഷൻസും നമ്മളിപ്പോൾ കേട്ടു. കോഴിക്കോട് MP MK രാഘവൻ സംസാരിക്കുന്നത് കേട്ടു, മേയർ ബീന ഫിലിപ്പ് സംസാരിക്കുന്നത് കേട്ടു. ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല, കൃത്യമായ രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്ന് മേയർ പറയുമ്പോൾ തന്നെയാണ് MK രാഘവൻ MP മറിച്ചുള്ള ആരോപണങ്ങളും ഉന്നയിക്കുന്നത്. പക്ഷേ അറിയേണ്ടത് അവിടെ ഒരു അപകടം അപ്രതീക്ഷിതമായി സംഭവിച്ചു. അതെങ്ങനെ ഉണ്ടായി എന്നത് ആദ്യം അറിയണം. കാരണം 1.5 വർഷം മാത്രം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണല്ലോ. അപ്പോൾ ഇത് ഒരു രാഷ്ട്രീയമായി കൂടി ഒരു വലിയ തർക്കത്തിലേക്ക് മാറുകയാണോ?
തീർച്ചയായും അങ്ങനെ വരുമ്പോഴും നമ്മൾ ഈ രോഗികളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ എന്താണ് സംഭവിച്ചതെന്ന് അവർക്കാണ് കൂടുതൽ വ്യക്തമായി പറയാൻ കഴിയുക. അവരാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നത്. അവരോട് തന്നെ നമ്മൾ ചോദിക്കേണ്ടി വരും. നിങ്ങൾ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു? ആ ഒരു സിറ്റുവേഷനിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഗോപാലൻ എന്ന് പറയുന്ന മരിച്ച ആളുടെ അതെ, അമ്മാവനാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ? അദ്ദേഹം 2 ദിവസത്തോളായിട്ട് ഇവിടെ ചികിത്സയിലായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു പെട്ടെന്ന് പുകയും ഇതെല്ലാം വന്ന സാഹചര്യത്തിൽ പേഷ്യൻസിനെ കൂടെയുള്ള ആളുകളെല്ലാം പുറത്തേക്ക് പരക്കം പായുന്ന ഒരു അവസ്ഥയായിരുന്നു. ജീവൻ പേടിച്ചുകൊണ്ട് പലരും പുറത്തേക്ക് ഓടി വരായിരുന്നു ഉണ്ടായിരുന്നത്. പേഷ്യൻസിനെ എന്ത് ചെയ്യണമെന്നും പോലും അറിയാത്ത ഒരു അവസ്ഥയായിരുന്നു. വെന്റിലേറ്ററിലുള്ള ആളുകളും അതുപോലെ മറ്റു ഡ്രിപ്പ് കയറ്റിക്കൊണ്ടിരുന്നതും മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ആളുകൾ ബെഡിലുണ്ടായിരുന്നു. ഈ വയറും ഈ ട്യൂബുകളും ഒന്നും വിച്ഛേദിക്കാതെ എങ്ങനെ കൊണ്ടുവരുന്നുള്ള ഒരു ആശങ്കയിൽ നമ്മൾ പുറത്തേക്ക് ഓടി വന്നു. പിന്നെ പുറത്തുനിന്ന് വീണ്ടും ഉള്ളിലേക്ക് പോയി ഇതെല്ലാം വിച്ഛേദിച്ചു വരേണ്ട ഒരു സാഹചര്യമായിരുന്നു. അഥവാ ഈ തീ പടരുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് മറ്റെന്തെങ്കിലും തരത്തിൽ ജീവൻ അപായം സംഭവിച്ചു പോകുമോ എന്നുള്ള ആശങ്കയിൽ എല്ലാവരും പേഷ്യൻസിനെ എല്ലാവരും തള്ളി പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വിച്ഛേദിച്ചാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. അതെ 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 അതെ. അപ്പം അതിനൊരു മറ്റൊരു പ്രതിവിധി കണ്ടുകൊണ്ട് എന്തെങ്കിലും മറ്റു ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ജീവൻ തിരിച്ചു കിട്ടിയാനെന്നുള്ളതായിരുന്നു നമുക്കൊക്കെ മനസ്സിലാവുന്നത്. മാനുവലായിട്ട് ഈ ബലൂൺ കൊണ്ടൊക്കെ അവർ ചെയ്യും. അതിനൊന്നും പറ്റിയൊരു സാഹചര്യം ആ സമയത്തും അതിനുള്ള സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പം ഈ വെന്റിലേറ്റർ സഹായം പൂർണ്ണമായി വിച്ഛേദിച്ച് ആണ് ആ സപ്പോർട്ട് ഇല്ലാതെ കുഴലുകളൊക്കെ വലിച്ചൂരി ആണ് പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നത്. പുറത്തേക്ക് വന്നിട്ട് പിന്നെ ആംബുലൻസിൽ അല്ലേ? ആംബുലൻസിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ പാർക്കിംഗ് ഏരിയയിൽ ആയിരുന്നു ഈ പേഷ്യൻസ്, കുറച്ച് പേഷ്യൻസ് ഉണ്ടായിരുന്നത്. ബെഡ് അടക്കം തള്ളി പുറത്തേക്ക് കൊണ്ടുവരായിരുന്നു. പിന്നീട് അവിടെയുള്ള ഡോക്ടേഴ്സൊക്കെ പരിശോധനയിലൂടെ ആളുടെ ജീവൻ ഏതാണ്ട് നഷ്ടപ്പെട്ടതായിട്ടാണ് അറിഞ്ഞത്. വെന്റിലേറ്റർ സൗകര്യം മാറ്റി റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. ഈ പോർച്ചിലെത്തിയപ്പോഴേ അതെ 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 പൂർണ്ണമായിട്ട് അവിടുന്ന് കൊണ്ടുവന്ന ശേഷമാണ് അതെ 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 അതെ. അവിടെ ഒരു വലിയ പാനിക് സിറ്റുവേഷൻ ആയിരുന്നു അല്ലേ? പാനിക് സിറ്റുവേഷൻ ആയിരുന്നു. പുക പടർന്ന ആളുകളും വല്ലാത്തൊരു ഭയത്തോടു കൂടിയിട്ടായിരുന്നു പരക്കം പായുന്നുണ്ടായിരുന്നത്. എന്ത് ചെയ്യണമെന്നുള്ള ഒരു ചിന്തിക്കാനും കൂടി പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ ഒരു സമയത്ത്. ആളുകൾ സ്വയം സുരക്ഷ നോക്കുന്നു, ഉള്ള രോഗികളെ പുറത്തു കൊണ്ടുപോകണം. അതെ, ഉള്ളിലുള്ള ആളുകളെ പുറത്തേക്ക് ആക്കുന്നതും എല്ലാം ഒരുമിച്ചായിരുന്നു. ഈ മരണം ഈ ഒരു സാഹചര്യം വന്നുകൊണ്ടാണ് പെട്ടെന്ന് അല്ല ഒരു ഇടത്തിലേക്ക് നീങ്ങി അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അതെ, ഉണ്ടായിരുന്നു. ഈ സമയത്തൊരു വലിയ ഗുരുതരാവസ്ഥയിലായിരുന്നു. മൂപ്പർക്ക് വയറുവേദനയായിട്ടാണ് കൊണ്ടിരുന്നത്. പിന്നെ അപ്പോൾ ആ സാഹചര്യത്തിൽ മരിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോഴാണിത് തീപിടുത്തമായിട്ടാണ് എല്ലാവരും ഇങ്ങോട്ട് പോകുന്നത്. ശ്രീജ, അതാണ് അദ്ദേഹം പറയുന്നത് കൃത്യമായി. ആ